കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരോ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, നന്മകളൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്തെല്ലാം നന്മകൾ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. തീർച്ചയായിട്ടും നമുക്ക് ആശ്ചര്യത്തോട് മാത്രമേ ഈ സുവിശേഷ ഭാഗത്തെ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ എത്ര യുവാക്കൾ വന്നിട്ട് ചോദിക്കും, അച്ഛാ, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ പിള്ളേർ ആരെങ്കിലും ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ ഇത്രയും 10-15 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ആരും തന്നെ ആ ഒരു വാക്ക് പറഞ്ഞ് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു യുവാവ് തൻ്റെ യുവത്വത്തിൽ അങ്ങനൊരു ചിന്ത, അങ്ങനൊരു ആലോചന മനസ്സിൽ വരാമെന്ന് പറഞ്ഞാൽ അത് തന്നെ നല്ല കാര്യമാണ്. അപ്പോൾ അവൻ തീർച്ചയായിട്ടും ആഗ്രഹത്തോടെ ആയിരിക്കാം വന്ന്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കാം, എന്തുമാകട്ടെ. അവൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ശരിക്കും നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുക. അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാലാണ് നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കാമെന്ന്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളുടെ വെളിച്ചത്തിലായിരുന്നുവെങ്കിൽ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തെയും അങ്ങ് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശുവിനെ അറിയുന്നതാണ് യഥാർത്ഥത്തിൽ നിത്യജീവൻ, അല്ലെങ്കിൽ യേശുവിനോടുള്ള ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിത്യജീവന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ ഇങ്ങനെ നീ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുക, അങ്ങനെ ജീവിക്കുക. അപ്പോൾ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് കഴിയുമ്പോൾ നമുക്ക് യേശുവിനോട് ഐക്യപ്പെടാൻ പറ്റും. അതാണല്ലോ പ്രമാണങ്ങൾ അനുസരിക്കാൻ പറയും. ഈശോ തന്നെ ഈ പ്രമാണങ്ങളെ 2 കൽപ്പനകളിലേക്ക് ഒതുക്കിയിട്ട് പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥ ദൈവസ്നേഹവും സഹോദര സ്നേഹവും വന്നു കഴിയുമ്പോൾ ഒരുവന് യഥാർത്ഥ ദൈവ ഐക്യത്തിൽ ജീവിക്കാൻ പറ്റും, യേശുവിനോടുള്ള ഐക്യത്തിൽ ജീവിക്കാൻ പറ്റും. ഈശോ പറയുന്ന ഈ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുക. അപ്പോൾ ഞാൻ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, പ്രമാണങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് നിത്യജീവൻ ഉണ്ടാകാമെന്ന്. ഇല്ല, പ്രമാണങ്ങൾ അനുസരിക്കുന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്? ദൈവത്തോട് പൂർണ്ണമായും ഐക്യപ്പെട്ട ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുക എന്നുള്ളതാണ്. യേശുവിനോട് പൂർണ്ണമായ ഒരു ഐക്യത്തിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരാൻ സാധ്യമാകുക എന്നുള്ളതാണ് പ്രമാണങ്ങളുടെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പം അത് സാധ്യമാകുന്നില്ലാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം നന്മകളാകട്ടെ, എന്തെല്ലാം നന്മ പ്രവർത്തികളാകട്ടെ, അല്ലെങ്കിൽ കൽപ്പനകൾ എത്ര സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിച്ചെന്ന് പറഞ്ഞാലും ഹൃദയം കൊണ്ട് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാനും വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരാത്മീയ ജീവിതം നമ്മൾ സ്വന്തമാക്കുന്നില്ല എങ്കിൽ നമ്മൾ നിത്യജീവന അനുഭവത്തിലല്ല. ഇവിടെ യുവാവിന് സംഭവിച്ചെന്നാ, കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കൊരു കുറവുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ ഒരു കുറവുണ്ടാവും. ചോദിച്ചാൽ അതെന്താ? നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു.
മറ്റൊരു വാക്യം പറഞ്ഞാൽ നിന്റെ ഹൃദയം വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. അതായത് നീ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നിത്യജീവൻ അവകാശമാക്കുന്ന കാര്യം പറയുമ്പോഴും സ്വർഗം സ്വന്തമാക്കുന്ന കാര്യം പറയുമ്പോഴും നിന്റെ ഹൃദയം ഈ ലോകത്തിൻ്റെ സമ്പത്തിലുടക്കി കിടക്കുക എന്ന് പറഞ്ഞാൽ നീ ഇത്രയും നാൾ കൽപ്പനകൾ പാലിച്ചതും എന്നെ സ്നേഹിച്ചതും ആത്മീയ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ചതും വിഭജിക്കപ്പെട്ടൊരു ഹൃദയത്തോടു കൂടിയാണ്. ഒരു ഭാഗത്തിനോടുള്ള സ്നേഹമുണ്ട്, മറുഭാഗത്ത് സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അതായത് ഹൃദയം വിഭജിക്കപ്പെട്ട് കിടക്കുക. വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ അല്ല നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ കൽപ്പന എന്താ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും, ഭാഗികമായെന്നോ വിഭജിക്കപ്പെട്ടെന്നല്ലോ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നിടത്താണ്, അവനോടുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്താണ് യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമുക്കായി നേടിത്തന്ന നിത്യജീവൻ യേശുവിനെ സ്വന്തമാക്കുന്നതിലൂടെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളിലായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു? അല്ല, യേശുക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ രക്ഷാകര പദ്ധതിയിലൂടെയാണ്, അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്ത നിത്യജീവന്റെ പ്രവൃത്തിയിലൂടെയാണ് നമ്മളെല്ലാവരും നിത്യജീവൻ സ്വന്തമാക്കുന്നത്. ഇനി ആ നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ സ്വന്തമാക്കണം. എങ്ങനെ? വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നതിലൂടെ മാത്രമാണ് നിത്യജീവന്റെ, യഥാർത്ഥ നിത്യജീവന്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പൊ ഇതേക്കുറിച്ച് ഈശോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ളതെല്ലാം വിൽക്ക്, ഒത്തിരി സമ്പത്തുണ്ട്. അപ്പൊ കർത്താവ് അവന്റെ ഹൃദയം മനസ്സിലാക്കി, ഉള്ളമറിയുന്ന കർത്താവ്, അവന്റെ ഹൃദയം അറിയുന്ന കർത്താവ് പറഞ്ഞു, എടാ നിന്റെ ഹൃദയം വിഭജിക്കപ്പെട്ട് കിടക്കുക, അതുകൊണ്ട് നീ എന്ത് ചെയ്യും? നിനക്കൊരു കുറവുണ്ട്, അതുകൂടി മാറി കഴിഞ്ഞാൽ ഓക്കെയാണ്, നീ അത് വിറ്റിട്ട് എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും, നമ്മുടെ എല്ലാ ആലോചനകളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ജീവിത വേളകളിലും യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റണം. യേശു എന്താണ് പറയുന്നത്? ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈശോ ഈ അനുഭവത്തിൽ എങ്ങനെയാണ് തീരുമാനമെടുത്തത്? അങ്ങനെ യേശുവിനോട് ഐക്യപ്പെട്ട് ഒരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിത്യജീവന്റെ അനുഭവത്തിലാണ്. അപ്പോൾ ഈ നിത്യജീവൻ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്തതന്നെ നിത്യജീവനാണ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതമായ വാഗ്ദാനം നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം എന്താ? നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെയും അവന്റെ കുരിശുമരണത്തിലൂടെയും അവന്റെ പെസഹ രഹസ്യങ്ങളിലൂടെയും സ്വർഗം നമുക്കായി നേടിത്തന്ന നിത്യജീവനെ കുറിച്ച്, ഒരിക്കലും നശിക്കാത്ത ജീവൻ, നിത്യമായി നാം ജീവിക്കുമെന്ന്, മരണത്തിലൂടെ പോലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും നിത്യമായി നാം ജീവിക്കുമെന്നുള്ള നിത്യജീവന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ നിത്യജീവിതത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാനാണ് ഒരു ക്രിസ്ത്യാനിയുടെ തെരഞ്ഞെടുപ്പും വിളിയും. അതിന് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണം. നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ട് കിടക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും, എവിടെയൊക്കെയാണ് നമ്മുടെ ഹൃദയം മുടക്കി കിടക്കുന്നത്, എന്തിനൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായ ചായ്വുകളുള്ളത്, ഏതിലേക്കൊക്കെയാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ നിരന്തരമായി കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അകറ്റുന്ന ആലോചനകൾ, ആഗ്രഹങ്ങൾ, വൈകാരികമായ ഇതെല്ലാം മനസ്സിലാക്കി അതാണ് നമ്മുടെ കുറവ്. അത് മാറ്റുക, അത് വിൽക്കാന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് വരുമ്പോൾ നിത്യജീവന്റെ അനുഭവം നമുക്കുണ്ടാകും. ഈ അനുഭവത്തിനായി ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന്റെ സ്വർഗീയമായ അപ്പമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കാൻ എന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.